ഗ്രൂപ്പിൽ നെറ്റിലൂടെ ഇത് റെക്കോർഡിംഗ് ആണ്. അപ്പൊ നമുക്ക് ശരി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇതൊന്ന് സ്ക്രീൻഷോട്ട് ഇടല്ലേ ഗ്രൂപ്പിലോട്ട്. ആരൊക്കെയോ കയറുന്നുണ്ട്. ലൈൻ ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇത് DMFന്റെ ആദ്യത്തെ മീറ്റിംഗ് ആണ് കേട്ടോ. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഹലോ 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 DQ എന്താ ഒറിജിനൽ എന്തോ? അയ്യോ, അത് എന്റെ ഫെമിലി പേരാ, DQ നാഷൻ. എന്റെ പേര് റിജോ. ഓക്കെ ഓക്കെ ക്ലിയർ ആകുന്നില്ല. ഓക്കെ, ആരും വന്നില്ല. വന്നോണ്ടിരിക്കുവാണ്. 6 പേരല്ലേ? അതെ അതെ അതെ, കേറുന്നുണ്ട്, ആൾക്കാര് കേറുന്നുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു കൊച്ചി ബേസ് ചെയ്ത് ഒരു ഫ്രീലാൻസേഴ്സും ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കമ്മ്യൂണിറ്റി മീറ്റപ്പ് നടത്തുന്ന സമയം ആയിട്ടുണ്ട്. അതെ അതെ അതെ. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒറ്റ മിനിറ്റ്. അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഞാൻ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറയാം. DMF കൊച്ചിനെ കുറിച്ചിട്ട്. ഇപ്പം DMF കൊച്ചി എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസേഴ്സ് ആണ്. അപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഫ്രീലാൻസിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വേണ്ട ഉദ്ദേശിക്കുന്ന ഫ്രീലാൻസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് ഇപ്പം ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ് ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വർക്ക് എടുത്ത് ചെയ്യാൻ ഉള്ളൊരു കപ്പാസിറ്റിയിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം നോളജ് ആണ്. ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എന്തായാലും ഈ നോളജ് എന്ന് പറയുന്നത് അപ്ഡേഷൻസ് എല്ലാം വളരെ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. നമ്മളൊരു കൂട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു കസ്റ്റമറിനെ പിച്ച് ചെയ്യുക, അവരുടെ നിന്ന് പിന്നെ വർക്ക് എടുത്ത് ചെയ്യുക, അതിനൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മളെ ഒരു കമ്പനിയിൽ നിന്ന് പിരിച്ചു വിട്ടാൽ പോലും നമുക്ക് സെൽഫായിട്ട് നമുക്ക് വർക്ക് എടുത്ത് ചെയ്യണം. അതാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പം ഏകദേശം ആൾക്കാരായി വരുന്നുണ്ട്. ഇതാണ് DMF കൊച്ചി എന്ന് പറയുന്ന ഒരു ഇപ്പൊ ഓഫ്ലൈൻ മീറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് മെയിനായിട്ട്. അപ്പോഴേ കുറച്ചുകൂടെ ഡീപ്പായിട്ട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. കൂടുതൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോ ഇപ്പൊ കൊച്ചി ബേസ് ചെയ്തിട്ടാകുമ്പോൾ ഏറെക്കുറെ ആൾക്കാരെല്ലാം ഈ കൊച്ചി ബേസ് ചെയ്തിട്ടാണ്. അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിജിറ്റൽ ഏരിയാസും കാര്യങ്ങളൊക്കെ കുറെ കമ്പനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, കൊച്ചി ബേസ് ചെയ്തിട്ട് ഓഫ്ലൈൻ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് അറിയാലോ അല്ലെ? പോസ്റ്റർ ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ കാണിക്കാം. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? കാണാം. ഓക്കെ ഓക്കെ. നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് എന്താന്ന് വെച്ചാല് പിന്നെ എങ്ങനെ ക്വാളിറ്റിയുള്ള ലീഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ഓരോ സബ്ജക്റ്റ് നമ്മൾ എടുത്തു പോയില്ലെങ്കിൽ കുറെ ഏരിയാസ് ഉണ്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സെക്ടറിൽ. അപ്പൊ നമ്മൾ പർട്ടിക്കുലർ ഏരിയാസിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഡൈവേർട്ട് ആയി പോകും. അതാണ് ഇന്ന് ഇത് കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്, എങ്ങനെ നന്നായിട്ട് ഒരു ക്വാളിറ്റി ലീഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതിനു മുന്നേ നമുക്ക് പിന്നെ എല്ലാവരും അങ്ങോട്ടും
ഇൻട്രൊഡക്ഷൻ ചെയ്യുമെങ്കിൽ നന്നായിരിക്കും. ഓക്കെ, അതിൽ എന്നെ തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഞാൻ ചെയ്യാം. എന്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ 5 years ആയിട്ട് ഈ സെക്ടറിൽ ഉണ്ട്. അപ്പോ ഞാനിപ്പം ഒരു 2 year ആയിട്ട് ഫ്രീലാൻസിങ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഫ്രീലാൻസിങ് എന്ന് പറയുന്നത് ഞാനിപ്പം എന്റെ ഒരു മെയിൻ ആയിട്ടുള്ള നിഷ് എന്ന് പറയുന്നത് അഡ്വർടൈസിങ് ആണ്. അഡ്വർടൈസിങ് കൺസൾട്ടിങ് ആണ് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ ഞാൻ വേറെ ആൾക്കാർക്ക് അത് ഇത് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. എന്താ വെച്ചാല് നമ്മള് എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഓൺലൈൻ അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെ ഓഫ്ലൈൻ അഡ്വർടൈസിങ്ങും ആണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ആ ഒരു ഏരിയ, പിന്നെ SEO, വെബ്സൈറ്റ് അങ്ങനെയുള്ള ഏരിയാസൊക്കെ വരുമ്പോൾ ഞാൻ വേറെ ആൾക്കാർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാവോ? ആരെ ഇപ്പം ഹലോ, ആരൊക്കെയോ കുറച്ച് മുന്നേ സംസാരിക്കുന്നുണ്ടായല്ലോ. ഹായ്, ഓക്കെ. എന്റെ പേര് റിജോ. ബേസിക്കലി ഹോം ടൗൺ. കേൾക്കുന്നുണ്ടോ? ഓഡിയോ ആണോ? കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ട്. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഇത് കേൾക്കുന്നില്ല. ഇപ്പോഴോ? കേൾക്കുന്നില്ലോ. കേൾക്കാണ്ടല്ലോ. ഇതിൽ മെസ്സേജസ് അയക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ചാറ്റ് ചെയ്യാനുള്ള. അപ്പൊ ആർക്കും ഇതിൽ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ. എന്റെ പേര് റിജോ എന്നാണ്. ബേസിക്കലി മൈ ഹോം ടൗൺ കായംകുളം ആണ്, ആലപ്പി ഡിസ്ട്രിക്ട്. വർക്ക് ഈ പറയുന്നത് മാർക്കറ്റിംഗ് ആണ് പ്രൊഫഷൻ. മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് മെയിൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത്. ജ്വല്ലറി, ടെക്സ്റ്റൈൽസ്, പിന്നെ IT കമ്പനീസ്, ഇങ്ങനെ കുറച്ച് ക്ലയന്റ്. മേജർ വർക്ക് എല്ലാം വരുന്നത് ബാംഗ്ലൂരാണ് എനിക്ക് വരുന്നത്. പിന്നെ കേരളത്തില് കൊച്ചി, വയനാട്. കേൾക്കുന്നില്ല. ആർക്കും കേൾക്കുന്നില്ല? ഇവിടെ കേൾക്കുന്നുണ്ട്. റിയാസ് ബ്രോക്ക് മാത്രം കേൾക്കാം. റിയാസ് ബ്രോ, ഹെഡ്സെറ്റ് മാറാൻ സമയമായി. കേൾക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ റിയാസ് ബ്രോ സ്പീക്കർ ഒന്ന് കണക്ഷൻ നോക്കിക്കേ. കേൾക്കുന്നുണ്ടോ? ബ്ലൂടൂത്ത് ഒന്ന് ഡിസ്കണക്ട് ചെയ്ത് നോക്കിയേ. പറഞ്ഞോളൂ. ഞാൻ എന്റെ ഒരു കണക്ഷൻ വിട്ടുപോയി. അല്ല സ്പീക്കർ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതെല്ലാം കേട്ടെന്ന് വിചാരിക്കും. ഞാൻ പറയാം. എന്റെ പേര് റിജോ ആണ്. ഹോം ടൗൺ കായംകുളം, ആലപ്പി ഡിസ്ട്രിക്ട് ആണ്. മേജർലി ഓപ്പറേഷൻസും മാർക്കറ്റിംഗ് കമ്പനികളുടെ ഔട്ട്സോഴ്സ് ചെയ്ത് എടുത്ത് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. ബാംഗ്ലൂര്, കോയമ്പത്തൂരാണ് കേരളം വിട്ടുള്ള വർക്ക് ചെയ്യുന്നത്. കൂടുതൽ വർക്ക് ബാംഗ്ലൂരാണ് ചെയ്യുന്നത്. പിന്നെ കേരളത്തിൽ കൊച്ചി, ലുലുവിന്റെ വർക്ക് ചെയ്യാറുണ്ട്. കോഴിക്കോട്, വയനാട്, ഇങ്ങനെ ക്ലയൻസ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണോ അതോ മാർക്കറ്റിംഗ് ആണോ? ഡിജിറ്റലും ഉണ്ട്, ഓഫ്ലൈനും ഉണ്ട്. ഡിജിറ്റൽ നമ്മൾ മന്ത്ലി പാക്കേജ് ആയിട്ട് എടുത്ത് ചെയ്യുക ചെയ്തു. ബാക്കിയെല്ലാം പ്രോജക്ട് ബേസ്. ഇപ്പം 10 ദിവസം, 15 ദിവസം, 30 ദിവസം, അങ്ങനെ പ്രോജക്ട് ബേസ് ആയിട്ടാണ് എടുത്ത് ചെയ്യുന്നത്. ബാക്കി വർക്കുകളെല്ലാം ഡിപ്പെൻസ് ഓൺ അവർക്ക് റിക്വയർമെന്റ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ മന്ത്ലി പാക്കേജ് എന്നുള്ള രീതിയിൽ എടുത്ത് ചെയ്യുക ചെയ്യുന്നത്. റെഡിയായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അഡ്മിനെ മാസേണ്ട സമയമായി. അഡ്മിൻ ശരിയല്ല. അതെ. ഓക്കെ, പറഞ്ഞോളൂ.
റിയാസ് ഭായ് ബേസിക്കലി ഞാൻ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് കമ്പനി എടുത്ത് ചെയ്യുക, ഫ്രീലാൻസ് ആയിട്ട് എടുത്ത് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ക്ലയൻസിന്റെ നമ്മൾ മന്ത്ലി പാക്കേജ് ചെയ്യുക. ബാക്കി എല്ലാം ഡിപ്പെൻസ് ഓൺ ഡേയ്സ് അല്ലെങ്കിൽ അവരുടെ വർക്ക് എഗൻസ്റ്റ് അങ്ങനെ ചെയ്യുന്നത്. മേജർ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്, മേജർ വർക്ക് എല്ലാം വരുന്നത്. പിന്നെ കൊച്ചി, കോഴിക്കോട്, വയനാട് ക്ലയൻസ് ഉണ്ട്, പിന്നെ കോയമ്പത്തൂരാണ്. അതിന്റെ പ്രൊഫൈൽ. ഓക്കെ താങ്ക് യു. അടുത്ത ആരാ പറയുക? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ മതി. ഞാൻ ജാബിർ മലബാരി. പിന്നെ കോഴിക്കോടാണ് വർക്ക് പ്ലേസ് വരുന്നത്. ബേസിക്കലി നാട് എടപ്പാളാണ്. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസിങ് ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ്ലി എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മെയിൻലി മെറ്റ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണ്. ഗൂഗിൾ ചെയ്യാറുണ്ടോ? ഗൂഗിൾ ഉണ്ട്, ഗൂഗിൾ ആഡ്സും ഉണ്ട്. എത്ര വർഷമായപ്പോ? കറന്റ്ലി ഡിജിറ്റൽ മാർക്കറ്റ് മാത്രമായിട്ട് ഒരു 2-3 years ആയിട്ടുള്ളൂ. അല്ലാതെ വീഡിയോ പ്രൊഡക്ഷന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്താരാ പറയാ? കൃഷ്ണേന്ദു. ഹായ്, എൻ്റെ പേര് കൃഷ്ണേന്ദു എന്നാണ്. എൻ്റെ വീട് തൃശ്ശൂരാണ് സ്ഥലം. ഞാനിപ്പോൾ സ്മാർട്ട് ഫോക്സ് ഡിജിറ്റൽ അക്കാഡമിയിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി എനിക്കൊരു ടോട്ടൽ 5 years എക്സ്പീരിയൻസ് ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ. ഒരു 4+ years ആയിട്ട് സൈഫർ ഷോട്ട് ഡിജിറ്റൽ സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയിലാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പിന്നെ സ്മാർട്ട് ഫോക്സ് അക്കാഡമിയിൽ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഏകദേശം ഒരു 100+ സ്റ്റുഡൻസിനെ മെന്റർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പ്ലസ് ഫ്രീലാൻസിങ്ങും ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പൊ അതൊക്കെയാണ് ഏരിയാസ്. മെയിൻലി SEO ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ. ഇഷ സംസാരിക്കാൻ പറ്റുമോ? ഓക്കെ. ഹലോ, എൻ്റെ പേര് ഇഷ. ഞാനിപ്പോ ഒരു IT ഫേമില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾമോസ്റ്റ് 6 months ആയിട്ടുള്ളൂ. ഞാൻ മെയിൻലി സ്പെഷ്യലൈസ് ചെയ്തത് SEO കാര്യങ്ങളൊക്കെയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാലോ. എങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റിയുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു തുടങ്ങാം. അപ്പൊ എല്ലാരും സംസാരിച്ചോളൂ. കൃഷ്ണപ്രസാദ് തിരക്കിലാണെന്ന് തോന്നുന്നു. തിരക്കിലാണ്. ഓക്കെ. അപ്പം എങ്ങനെയാണ് നമുക്ക് ക്വാളിറ്റിയുള്ള ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു പുതിയതായിട്ട് വരുന്ന കമ്പനി, ഇപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പം 5 years അല്ലെങ്കിൽ 10 years ആയിട്ട് നിൽക്കുന്ന കമ്പനീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലീഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ഓൾറെഡി ബ്രാൻഡിങ് അവിടെ ഉണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ടൊക്കെ വന്നിട്ടൊരു ക്ലയൻസ് വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇത്ര ലീഡ്സ് മന്ത്ലി വേണം എന്നൊക്കെ പറയുമ്പോഴാണ് ഈ പ്രോബ്ലംസ് അവിടെ വരുന്നത്. അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ശരിയല്ല, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നല്ല ലീഡ്സ് കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നം വരുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ആഡ് ചെയ്യാണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോ നമ്മള് ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വർക്ക്സ് എടുത്ത് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാല് അവര് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ, ഈ ഒരു ഓൺലൈൻ ഡിജിറ്റൽ എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പണിയാണ്. ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമ്മള് പോകെ നമുക്ക് വർക്ക് ഈസി ആയിട്ട് വരും. പക്ഷെ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ബേസിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ട്. ഇപ്പം മെറ്റ ആണേലും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ആണേലും. ഗൂഗിൾ മാപ്പ് ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള പരിപാടിയാണ്. ഗൂഗിൾ മാപ്പ്, അതുപോലെ വെബ്സൈറ്റ് അത് ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണേലും SEO ചെയ്യുന്നതാണേലും ഇപ്പം നമുക്ക് അവർക്ക് നല്ലൊരു ലീഡ്സും കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് ഇപ്പം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാല് ഏത് പല ബിസിനസിനും പല ഏരിയാസ് ആണ്. ലിങ്ക്ഡിനിൽ അഡ്വർടൈസിങ് ഇട്ട നല്ല ലീഡ്സ് കിട്ടുന്ന ബിസിനസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗൂഗിൾ ആഡ്സിൽ നല്ല ലീഡ്സ് കിട്ടുന്ന ബിസിനസ്സുകൾ ഉണ്ടാവും. അതുപോലെ ഫേസ്ബുക്ക് ആഡ്സിലും നല്ല ലീഡ്സ് കിട്ടുന്ന ബിസിനസ്സുകൾ ഉണ്ടാവും.
അപ്പം അത് ഡിപ്പെൻഡ് വൈസ് ആണ്. ഏത് ബിസിനസ് ആണെന്ന് വെച്ചിട്ടാണ് നമ്മളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആ ബിസിനസ് പിന്നെ ഏത് സെക്ടർ, ഏത് പ്ലാറ്റ്ഫോമിൽ ഇട്ട് നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ലീഡ്സ് കിട്ടും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ഓൾറെഡി അതിൽ നല്ലൊരു ബ്രാൻഡിങ് അല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാല് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം ഉണ്ടോന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് മാത്രം നമ്മൾ അതിലോട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാവുള്ളൂ. ഒരു വീഡിയോസും ഒരു ഫോട്ടോസും ഇല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോസ് ഒരു ഫോട്ടോസും ഇല്ലാതെ നമ്മള് പിന്നെ അതിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ക്ലയന്റ് വന്ന് നോക്കുമ്പോ ഉള്ള പ്രശ്നം എന്ന് വെച്ചാല് ഇതിനു മുന്നേ ഒരു അതോറിറ്റി ഇല്ല ഇവർക്ക്. എങ്ങനെ ലീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവര് ക്ലോസ് ചെയ്യും എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഓൾറെഡി നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ അവർക്കാണെങ്കിൽ ഒരു നല്ലൊരു ഇതായിരിക്കും. എന്ന് വെച്ചാല് പിന്നെ ഇവര് ക്ലോസ് ചെയ്യും. ഇവര് ഈ ഒരു അത്യാവശ്യം നല്ല വർക്ക്സും കാര്യങ്ങളൊക്കെ എടുത്ത് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ആ വർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ നമുക്ക് നല്ല ലീഡ്സ് കിട്ടാൻ ആദ്യം ബ്രാൻഡിങ് ആണ് വേണ്ടത്. ബ്രാൻഡിങ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അഡ്വർടൈസ്മെന്റിലോട്ട് പോവാളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടോ? എനിവൺ? ഓക്കെ. അപ്പോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പം ആദ്യമേ തന്നെ ഒരു ക്ലയന്റ് ഇപ്പം അവര് പറഞ്ഞു. ഹലോ, ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ എനിക്ക് ഓക്കെ വോയിസ് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ? വോയിസ് ഞാൻ ഓഡിയബിൾ ആണ്, ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, ഇപ്പം ഓഡിയബിൾ ആണ്, ഇപ്പം ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ ലീഡ്സ് മാത്രം വെച്ചിട്ട് നമ്മൾ വർക്ക് എടുക്കാൻ പോയാൽ അത് നമുക്ക് നല്ല എന്താ പറയാ ഫയർ ബാക്ക് കിട്ടും, കിട്ടിയായിരിക്കും. എന്ന് വെച്ചാൽ ഇന്നിപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, മറ്റേ എന്താ പറയാ ബേസിക്കലി നമ്മുടെ IITs അങ്ങനെയൊക്കെ ഉള്ള ബംഗാളികളുടെ ഒക്കെ ലീഡ്സ് കിട്ടുന്നത് ഭയങ്കര കോമഡിയാണ്. അപ്പൊ ലീഡ്സിന് ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ് ബ്രോ പറഞ്ഞ കണക്ക് നല്ല കണ്ടന്റുകൾ മേക്ക് ചെയ്തിട്ട് ലീഡ്സ് ഫ്ലോയിലേക്ക് പോകാനും കുറച്ചും കൂടെ നല്ലതായിരിക്കും. ലീഡ്സ് കമ്മിറ്റ് ചെയ്ത് വർക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഞാൻ അപ്പൊ അതിന്റെ ഈ വോയിസ് ചെറിയൊരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും കമന്റിലോട്ട് ഇടാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, വോയിസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താഴത്തായിട്ട് ചാറ്റിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിലോട്ട് ഇടാവുന്നതാണ്. ഓക്കെ. ചെറിയ ബ്രേക്ക് ആവുന്നുണ്ട് ചെറുതായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ലീഡ്സ് പറഞ്ഞാല് എനിക്കൊന്ന് ഒരു 10% ഇല്ല, 1% ഒക്കെ 1 to 5% ഒക്കെ കൺവേർഷൻ റേറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം അതാണ് അതിന്റെ ഒരു പരിപാടി. ഇപ്പം 100 ലീഡ്സ് അല്ലെങ്കിൽ 100 ലീഡ്സ് വന്നു കഴിഞ്ഞാൽ അതില് 10% അതില് പിന്നെ അല്ലെങ്കിൽ 2 or 5 മാക്സിമം 5% ഒക്കെ അത് കൺവേർഷൻ നടക്കത്തുള്ളൂ. എന്നുവെച്ചാല് പല മെന്റാലിറ്റി ഉള്ള ആൾക്കാരിലോട്ടാണ് ഈ ഒരു ആഡ് പോകുന്നത്. അപ്പൊ അവര് പല മെന്റാലിറ്റി ഇരുന്നോണ്ടായിരിക്കും അവര് ഫോം ആണെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അത് മാത്രമല്ല, മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് നമ്മൾ ആ വന്ന ടൈമിൽ, ലീഡ്സ് വന്ന ടൈമിൽ തന്നെ എടുത്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാല് പറഞ്ഞോ ഡിക്ക് വന്ന ടൈമിൽ തന്നെ ക്ലോസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഹലോ, അപ്പോ ഞാൻ ചോദിച്ചതേ ഉള്ളൂ, നമ്മൾ ലീഡ്സ് വെച്ചിട്ട് കമ്മിറ്റ്മെന്റ് ചെയ്ത് വർക്ക് എടുക്കുന്നോ അത് ശരിയാണോ, അതോ നല്ല രീതിയിൽ പേജ് നല്ല ഓർഗാനിക് റീച്ച് ആവുന്ന രീതിയിൽ നമ്മൾ അതിന്റെ കണ്ടന്റ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ച് വർക്ക് എടുക്കുന്നതാണോ നല്ലത്? ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ആവർത്തിക്കുകയാണ്. നമ്മൾ ലീഡ്സ് കമ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇത്ര ലീഡ്സ് തരാമെന്ന് കമ്മിറ്റ് ചെയ്ത് വർക്ക് എടുക്കുന്നതാണോ നല്ലത്, ലോങ് ടൈമിനെ നല്ലത്, അതോ റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് ചെയ്ത് അവർക്ക് ഓർഗാനിക്കലി റീച്ച് ആവുന്ന രീതിയിൽ വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ബുക്ക് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുന്നതാണോ നമുക്ക് വർക്ക് എടുക്കുമ്പോൾ നല്ലത്? ഈ അടുത്ത് എനിക്കൊരു പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്താന്ന് വെച്ചാല് ഞാൻ ക്ലയന്റുമായിട്ട് ഇത് ലീഡ്സ്, ഞാൻ പറഞ്ഞു എനിക്ക് ലീഡ്സ് കൊടുക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ആ ലീഡ്സ് സംഭവം ഞാൻ പറഞ്ഞു ലീഡ്സ് സംഭവം തരാം, അതിന് വിഷയമൊന്നുമില്ല. ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ലീഡ് ഫോം എല്ലാം ഇട്ടിട്ടുള്ള ഇതാണ് അഡ്വർടൈസ്മെന്റ് ചെയ്തത്. അപ്പോ
ഈ ലീഡ്സ് ഞാൻ കൊടുത്തു, പക്ഷേ ഇവർക്ക് സെയിൽസ് ക്ലോസ് ചെയ്യാൻ അറിയുന്നില്ല. സെയിൽസ് എങ്ങനെ അവർക്ക് ക്ലോസ് ചെയ്യണമെന്നുള്ള പരിപാടി അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ ലീഡ്സ് വന്നത് അതുപോലെ തന്നെ പോയി. എന്നിട്ട് കുറ്റം മൊത്തം നമ്മുടെ തലയിലായി. അതാണ് ആ ഒരു പ്രശ്നം. ലീഡ്സ് നമ്മൾ കമ്മിറ്റ്മെന്റ് ചെയ്യാതെ അവർക്ക് എത്രത്തോളം ഡിജിറ്റൽ അസറ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുക, അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ഒരു ഞാൻ സജഷൻ പറഞ്ഞിട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളിപ്പോ ലീഡ്സ് കൊടുക്കുമ്പോൾ എന്താണോ അവർ ആ ലീഡ്സ് അവരുടെ ആ കോൾഡ് കോളിന്റെ റെക്കോർഡിങ്സ് നമുക്ക് തരാൻ പറയണം. അതെ 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 റെക്കോർഡിങ്സ് അതാണ്. അതെ അതെ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് ചോദിക്കും, ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പിന്നെ ലീഡ് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ചോദിക്കും. അപ്പോ അവര് പറയും സംഭവം അവർക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്, അവര് ഓൾറെഡി ആ ഒരു സംഭവം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആവശ്യമുണ്ട്, സംഭവം ആവശ്യമുണ്ട്, പക്ഷെങ്കിൽ കൺവേർട്ട് ആവുന്നില്ല. അപ്പോ ഞാൻ അവർക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായി, മാക്സിമം നിങ്ങൾ വീഡിയോസ് ഇടും. നിങ്ങളുടെ ഏരിയ എന്താണോ ആ ഏരിയയെ കുറിച്ചിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയാസ് ഇടും. എന്നിട്ട് നമുക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവര് ഒരു രക്ഷയില്ല, അടുക്കുന്നില്ല. എന്ന് വെച്ചാല് അവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ലീഡ്സ് വേണം, അവർക്ക് അതിന് ടൈമില്ല എന്നുള്ള സെറ്റപ്പാണ്. അപ്പൊ ഞാൻ പോസ്റ്റർ വെച്ചിട്ട് സംഭവം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീഡിയോ വെച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇട്ടിട്ട് അവര് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവം അവര് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് വെച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഡ്വർടൈസ്മെന്റ് ഈ ഒരു പോസ്റ്റർ വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യാം. അപ്പൊ എന്താന്ന് വെച്ചാൽ ആഡ്സിൽ നമ്മള് ഈ മെറ്റ ആഡ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അതൊക്കെ അസറ്റ് ആണ്. മെറ്റ ആഡ്സ് നമ്മുടെ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വരിക, എന്താണ് എവിടെയാണ് ക്ലയൻസ് ഇരിക്കുന്നതെന്ന്, അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇതിനകത്ത് ഇഷ എസ്ഇഒയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ബേസിക്കലി എനിക്ക് അറിയേണ്ട കാര്യം വെച്ചാല് ഓർഗാനിക്കലി റീച്ച് ആകാനായിട്ട് എസ്ഇഒ കണ്ടന്റുകളാണ് കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നി. മെറ്റ ഒക്കെ നമുക്ക് മറ്റേ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ കസ്റ്റമർ ആദ്യം സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലായിരിക്കും. അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് എനിക്കൊന്ന് എസ്ഇഒ ആയിരിക്കും, അല്ലേ? ഇഷയ്ക്ക് ഒരു നല്ല മറുപടി തരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ 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 എസ്സിയുടെ കാര്യം എന്താ അറിയിച്ചല്ലേ, എസ്സിഒ നമുക്ക് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ നമ്മുടെ വീഡിയോ തന്നെ അവര് എന്താണ് കണ്ടന്റ് എന്ന് അവര് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബ് വീഡിയോ എടുത്തിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഏതാണെന്ന് ഞാൻ വിട്ടുപോയി. ആ യൂട്യൂബിന്റെ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് ആ ആപ്ലിക്കേഷനിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ സമ്മറി നമുക്ക് കിട്ടും. ഒരു 2 മിനിറ്റ് നമുക്ക് അത് 1 മണിക്കൂറുള്ള വീഡിയോയുടെ സമ്മറി ആയിട്ട് 2 മിനിറ്റ് 3 മിനിറ്റ് റീഡ് ചെയ്യാനുള്ള ഐറ്റംസ് നമുക്ക് കിട്ടും. എന്നുവെച്ചാല് വീഡിയോ കണ്ടന്റിനെ അവർക്ക് എന്തൊക്കെയാണ് വീഡിയോയിൽ പറയുന്നതെന്ന് ഓൾറെഡി ജനറേറ്റ് ചെയ്യും എസ്സിഒ. നമ്മളിപ്പം ജസ്റ്റ് ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊന്നും അടിച്ചു കൊടുത്തില്ലേ പോലും അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും അലൈൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. വെബ്സൈറ്റ് ആണേലും അത് ഒരേ ഡിപ്പെൻഡ് ബേസ് ആണ്. ഇപ്പം ചില കമ്പനീസിന് വെബ്സൈറ്റ് ഇല്ലേ പോലും അവർക്ക് നന്നായിട്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ഡിപ്പെൻഡ്സ് ഓൺ പ്രോഡക്റ്റ് ആണ്. എന്റെ വ്യൂ ഡിപ്പെൻഡ്സ് ഓൺ പ്രോഡക്റ്റ് ആണ്. അതെ അതെ ചിലത് പരസ്യം പോലും അതെ 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 എന്ന് വെച്ചാല് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു പിന്നെ വീട് പോലെയാണ്. പിന്നെ ആ ഒരു അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പിന്നെ ഒരു വിർച്വൽ ഷോപ്പ് ആണല്ലോ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഒരു അഡ്രസ് ആയിട്ട് വേണമെങ്കിൽ കൂടാം, സ്ഥാപനത്തിന്റെ ഒരു എനിക്കൊരു അറിയേണ്ടത് വെച്ചാൽ എനിക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലീഡ് ജനറേഷൻ ചെയ്യാനായിട്ട് എന്താണ് നമ്മൾ മെറ്റ ചെയ്യുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് ചെയ്യുന്നുണ്ട്, അതല്ല നമ്മൾ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നമുക്ക്? എന്ന് വെച്ചാൽ ഇപ്പൊ കസ്റ്റമൈസിന്റെ ക്യാരക്ടർ കോർഡിനേറ്റ് ടാർഗറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നമുക്ക് ലീഡ് കോസ്റ്റ് കുറയ്ക്കാൻ കഴിയും? മെറ്റയിലോ ഗൂഗിളോ ആയിക്കോട്ടെ, എനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിഞ്ഞാൽ വളരെ ഉപകാരമാണ്. ഓക്കെ, ഇപ്പം മെറ്റയില് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ടാർഗറ്റ് ചെയ്യാതെ തന്നെ അതില്
മറ്റേ ആഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ AI ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക് ആയിട്ട് അത് കണ്ടുപിടിക്കും എവിടെയൊക്കെയാണ് നമ്മുടെ ഓഡിയൻസ് എന്ന്. പക്ഷെ എങ്കിൽ ആ ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. മറ്റേ ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് അത് പതിയെ പതിയെ പിന്നെ ഈ മെറ്റ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യും ബെറ്റർ ആയിട്ടുള്ള ലീഡ്സ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട്. പിന്നെ അതിൽ തന്നെ ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്, നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ലെന്ന് കുറെ ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാല് ഈ ലീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലീഡ്സ് നമ്മൾ കൺവേർഷൻ ആയോ ഇല്ലയോ നമുക്ക് അതിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ പറ്റുവാണെങ്കിൽ ഇടാം കേട്ടോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് ക്ലോസ് ആവും. 8 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ക്ലോസ് ആകും തോന്നുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഈ എസ്സിയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാം. എസ്സിഒ വർക്കിന്റെ ഇഷ 6 months ആയിട്ടുള്ള ഒരു ഇതില് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്, അതായിരിക്കും ഇഷയ്ക്ക്. വേറെ ആർക്കെങ്കിലും എസ്സിയുടെ എന്തെങ്കിലും പറയാൻ വേണ്ടി, കൃഷ്ണന്ത് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടോ എസ്സിയുടെ? എസ്സിയുടെ അതേപോലെ നമ്മുടെ ഗൂഗിൾ മാപ്സിനകത്ത് നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്തിട്ട് അതിനകത്ത് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയോ ടെക്നിക്കലി എങ്ങനെയാണ് അത്? ഗൂഗിൾ മാപ്പിനകത്ത് നമ്മൾ ലൊക്കേഷൻ ആഡ് ചെയ്യത്തില്ലേ, അതേപോലെ ആ ബിസിനസ് ആഡ് ചെയ്തിട്ട് ആ ബിസിനസ് ലൊക്കേഷൻ ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് മൊബൈൽ നമ്പർ കൊടുക്കാൻ പറ്റും. ബിസിനസ് ആഡ് ചെയ്തിട്ട് അതിൽ മൊബൈൽ നമ്പർ കൊടുക്കാൻ വേണ്ടി പറ്റും. അതെ, കൊടുക്കാൻ അതെല്ലാം അതിലുള്ളതാണല്ലോ. അതിലുള്ളതെന്ന് പറഞ്ഞാൽ ഗൂഗിളിലെ കാര്യമല്ല അറിയുന്നത്. നമ്മൾ ജി മാപ്പിൽ ഇപ്പൊ ഒരു ഷോപ്പ് സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ ലൊക്കേഷനോടൊപ്പം തന്നെ അവരുടെ അഡ്രസ്സിനൊപ്പം തന്നെ അവരുടെ മൊബൈൽ നമ്പരും അവിടുന്ന് ഡയറക്റ്റ് കോൾ ബട്ടണും വരുന്നുണ്ട്. പേയ്മെന്റ് ഞാനത് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ സെർച്ച് ചെയ്തു. അല്ലേ GMB അല്ലേ പറയുന്നത്? GMB അല്ലേ ഗൂഗിൾ മൈ ബിസിനസ് അല്ലേ? ഗൂഗിൾ മൈ ബിസിനസ് അല്ല, ജി മാപ്പിനകത്ത കാര്യം പറയുന്നത്. ഗൂഗിൾ മാപ്പ്. യെസ്. ഗൂഗിൾ മാപ്പില് ഇത് വരുന്നതെന്ന് വെച്ചാലും GMB ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ മൈ ബിസിനസ് അത് ഗൂഗിൾ ബിസിനസ് അത് നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാം. അത് ജി മാപ്പിനകത്ത് ലൊക്കേഷൻ ആഡ് ആവും. പക്ഷെ അതല്ല വേണ്ടത്. ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം. ചില ബിസിനസിന്റെ നമ്മൾ അത് ചെയ്യുമ്പോൾ അവിടെ കോൾ ബട്ടൺ കാണും, ഡയറക്റ്റ് അങ്ങനെ കോൾ ചെയ്യും. ഓക്കെ, അതൊന്ന് ഷെയർ ചെയ്താൽ മതി. അപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, അതൊന്ന് ഷെയർ ചെയ്താൽ മതി എന്താണ് സംഭവം. ഇപ്പം 6 മിനിറ്റ് കൊണ്ട് ഇത് ക്ലോസ് ആവും മീറ്റിംഗ്. അതാ കാണിക്കുന്നത്. എക്സ്പീരിയൻസോ എന്താണോ സംസാരിക്കുന്നതാണ്. ഓക്കെ, ഗൂഗിൾ മൈ ബിസിനസിന്റെ കാര്യം പറയുവാണെങ്കിൽ പിന്നെ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പിൽ കാണിക്കും. അതിന്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നതാണ് ഈ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറയുന്നത്. ആ ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ഷോപ്പിന്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇടുക, നമ്മൾ ഫോട്ടോസ് ഇടുക, അതുപോലെയുള്ള സംഭവങ്ങൾ ഇടുവാണെങ്കിൽ ആ സ്ഥലത്ത് നിയർ ബൈ എന്ന് പറയുന്ന സംഭവം വെച്ചിട്ടാണ് ഈ ഗൂഗിൾ മാപ്പ് കണക്ട് ആകുന്നത്. എന്ന് വെച്ചാല് നിയർ ബൈ റെസ്റ്റോറന്റ് എന്ന് അടിച്ചു കൊടുത്താൽ അടുത്തുള്ള റെസ്റ്റോറന്റ് കാണിക്കത്തുള്ളൂ. നമ്മളിപ്പം ഗൂഗിളിൽ തന്നെ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ സെക്ഷനിൽ ഗൂഗിൾ മാപ്പിന്റെ സെർച്ചേഴ്സ് ആയിരിക്കും വരുന്നത്. ഒരു 4 ഷോപ്പുകളായിരിക്കും വരുന്നത്. എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള സെർച്ചസ് വരത്തുള്ളൂ. അപ്പൊ അത്രയും റെലവൻസ് ഉണ്ട് ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷന്. അപ്പം എല്ലാരും ഇപ്പൊ നമ്മളൊരു ക്ലയന്റിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഗൂഗിൾ മാപ്പ് മസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിൽ മാക്സിമം അവരുടെ ഫോട്ടോസ് റെലവെന്റ് ആയിട്ടുള്ള അവരുടെ ഫോട്ടോസ് എന്ന് വെച്ചാല് അവരുടെ ഓഫീസിന്റെ ആണെങ്കിലും അവരുടെ ബിസിനസിന്റെ ആണെങ്കിലും അവരുടെ വർക്ക് ചെയ്യുന്ന ഏരിയാസും കാര്യങ്ങളൊക്കെ മാക്സിമം ഇടുക. പിന്നെ റെസ്റ്റോറന്റ് ഒക്കെ ആണെങ്കിൽ മെനൂസും കാര്യങ്ങളൊക്കെ ഇടുക എന്നുള്ളതാണ്. പിന്നെ ഈ ഡിജിറ്റൽ മാർക്കറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല് അത് നമ്മൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാല് അടിപൊളിയായിരിക്കും. അത് പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാല് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് സക്സസ് ആവണമെന്നൊന്നുമില്ല, മനസ്സിലായോ? നമുക്ക് പല കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ നമ്മുടെ വർക്കിങ്ങില് നമ്മളൊരു കോൺസെൻട്രേഷൻ നമ്മൾ ബിൽഡ് ചെയ്യുക. എന്ന് വെച്ചാല്
നമ്മളൊരു സെക്ടർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റർ ആണെങ്കിൽ ഒരു സെക്ടർ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സെക്ടറിൽ മാത്രം നമ്മൾ ക്ലയൻസിനെ എടുത്ത് നമ്മൾ അത് ഫുൾഫില്ല് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ശരിയാണോ ഡിക്ക്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് വലിയ തലവേദനയില്ല, നമുക്ക് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? ഹലോ ഓക്കെ. എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം ഞാനാണേലും ഇപ്പം മെയിൻ ആയിട്ട് ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലയൻസ് ആണ് എനിക്ക് അധികം ഉള്ളത്. അപ്പൊ ഞാൻ ആലോചിച്ചത് ആ ഒരു ഏരിയാസിൽ പോകാന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്കുണ്ട്. എന്ന് വെച്ചാല് അത്യാവശ്യം ക്യാഷ് ഇറങ്ങി കളിക്കുന്ന ടീംസും ഹോസ്പിറ്റൽ ഏരിയാസ് ആണ്, ഹെൽത്തിന്റെ ഏരിയാസ് ആണ്. അപ്പോ ഞാൻ അങ്ങനെ ഓരോരുത്തരും ഓരോ സെക്ടർ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ ഏത് കീവേഡ്സ് ആണ്, എന്താണ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി. നമ്മളെല്ലാ ബിസിനസ്സും പഠിച്ചിട്ട് എല്ലാം ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കല് മാത്രമേ നടക്കത്തുള്ളൂ, ക്യാഷ് ഉണ്ടാക്കാൻ നമുക്ക് നടക്കത്തില്ല. നമുക്ക് മാക്സിമം മണി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഒരു ഇതിൽ ഫോക്കസ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗില് ഒരു ഏരിയയിൽ മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുക. SEO ആണെങ്കിൽ SEO, അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് ആണെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ്, പർട്ടിക്കുലർ നിഷ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അത് നമ്മള് ഈ ഒരു വരുന്ന ഡേയ്സിൽ നമുക്കത് കണക്ട് ചെയ്ത് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ് മസ്റ്റ് ആണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ ഡിജിറ്റൽ ബ്രാൻഡിങ് ചെയ്യുന്ന ഏതൊരാളും ചെയ്യേണ്ടതാണ്. ഇപ്പൊ വീഡിയോ ക്രിയേഷൻ ആണെങ്കിലും അതുപോലെ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മസ്റ്റ് ആയിട്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് മാർക്കറ്റിംഗ് വേറൊന്നുമില്ല, ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, അതൊക്കെ തന്നെ. എന്താ വെച്ചാൽ ബ്രാൻഡിങ് ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ലീഡ്സ് കളക്ട് ചെയ്ത് കൊടുക്കണം കസ്റ്റമറിന്. അതിനാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് പറയുന്നത്. അപ്പോ സക്സസ് റേറ്റ് വളരെ മോശമാണ്. എന്താ വെച്ചാല് പിന്നെ ബ്രാൻഡിങ് ഇല്ലാതെ നമ്മൾ ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ചിലപ്പം പ്രൊഡക്റ്റ് അത്യാവശ്യം വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്, ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് സംഭവം കിട്ടുന്നതെങ്കിൽ ഓക്കെ, അത് വിറ്റുപോകും. അല്ലാതെ ഇപ്പോ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് അത് നല്ല ഹൈ പ്രൈസും വാല്യൂ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഫെയിൽ ആണ് ചാൻസ് കൂടുതല്. അപ്പോ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇതാണ്, ലീഡ്സ് കളക്ട് ചെയ്യുക. ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള ബ്രാൻഡിങ് ഇല്ലാതെ ലീഡ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ കയ്യിൽ നിന്ന് ലോങ് ടൈം ആയിട്ടുള്ളൊരു അച്ചീവ്മെന്റിലോട്ട് അത് പോകത്തില്ല. അത് ഷോർട്ട് ടൈമിൽ എന്തെങ്കിലും ഒരു കാര്യം കസ്റ്റമറിനെ പിടിക്കുക, കസ്റ്റമറിന് എന്നിട്ട് പിന്നെ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യുക. അത് തന്നെ നമ്മൾ ലോങ് ടൈമിലായി. ഈ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ ലോങ് ടൈമിലായിട്ടുള്ളതും ഈ പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ടൈമിലേക്കുള്ളതും ഒരു കാര്യമാണ്. ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് സംഭവം. ഇപ്പം 1 മിനിറ്റ് കൊണ്ടിട്ട് ഈ ഒരു സെഷൻ ക്ലോസ് ആകും. നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടോ? ഡിക്യു ഇപ്പോ കൺക്ലൂഷൻ ആർക്കെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടോ? കൺക്ലൂഷൻ പറയുവാണെങ്കിൽ ഇപ്പോ നല്ല ക്വാളിറ്റി ഉള്ള ലീഡ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് അവരെ കൊണ്ട് മാക്സിമം നമ്മൾ എന്താണോ ചെയ്യുന്ന, ഇപ്പം ക്ലയന്റിനെ കൊണ്ട് മാക്സിമം നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലോട്ട് ഇടുക. സോഷ്യൽ മീഡിയസ് ആണേലും വെബ്സൈറ്റിലാണേലും ഓക്കെ. അതാണ്. എന്നിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള ലീഡ്സ് കിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, 1 മിനിറ്റ് ആണ്. നമുക്ക് നോക്കാം. 1 മിനിറ്റ് 2 അവേഴ്സിലോട്ടാണ് ഞാൻ വെച്ചത്. എന്താ അറിയത്തില്ല, ക്ലോസ് ആവും നോക്കാം. ഓക്കെ, ആർക്കെങ്കിലും ഇതിലും പറയാനുണ്ടോ? ഇല്ല, എല്ലാ വീക്കിലും ഇതുപോലെ ഒരു സെക്ഷൻ അല്ല. അതെ നമ്മളൊരു സബ്ജക്ട് വെച്ചിട്ട് നമ്മള് ചെയ്യാന്ന് വെച്ചോണ്ടാണ്. പുതിയ ടൂൾസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു അജണ്ടയിൽ വെക്കുന്നതല്ല. ഹെഡിങ്സ്